ഇങ്ങോട്ട് എന്നെ തേടി വന്ന് സ്നേഹിച്ച ഒരു സ്നേഹത്തെ ഞാൻ നിങ്ങൾക്ക് ഇന്ന് പകർന്നു തരിക. അത് മറ്റാരുമല്ല, യേശു ക്രിസ്തുവാ. ഞാൻ നിങ്ങളോട് സധൈര്യം വിളിച്ചു പറയട്ടെ, മറ്റൊരുത്തനിലും രക്ഷയില്ല. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നാം രക്ഷിക്കപ്പെടുവാൻ വേറൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അത് യേശുവിന്റെ നാമം മാത്രമാണ്. എങ്ങനെ ഈ രക്ഷയിലേക്ക് കടന്നു വരാം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ഈ യൗവനക്കാരന്റെ ജീവിതത്തെ മാറ്റിയ യേശു എന്റെ ജീവിതത്തെ മാറ്റുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും സഹോദര സഹോദരി, എന്റെ ജീവിതത്തെ മാറ്റിയ, എന്റെ അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തിയ, എന്നെ മാനിച്ച, എന്റെ ജീവനെ വീണ്ടെടുത്ത, എനിക്ക് വേണ്ടി നിത്യതയിൽ ഒരുക്കിയ, ജീവന്റെ പുസ്തകത്തിൽ എന്റെ പേര് എഴുതിയ, എന്റെ ആത്മാവിന് വേണ്ടി നിത്യജീവനെ കരുതിയ, എന്റെ അടുത്ത് വന്ന് എന്നെ സ്നേഹിച്ച, എന്നോട് ചാരി നടക്കുന്ന, അമ്മയെക്കാളേറെ എന്നെ മാനിച്ച, അമ്മയെക്കാളേറെ എന്നെ സ്നേഹിച്ച, ഉള്ളങ്കരത്തിൽ എന്നെ വഹിച്ച എന്റെ യേശു നിങ്ങളെയും സ്നേഹിക്കുന്നു. തീർച്ചയായിട്ടും ഈ രക്ഷയ്ക്ക് നിങ്ങൾക്കും ഭാഗവാക്കാകാം. ഈ ശബ്ദങ്ങൾ ഞങ്ങളിവിടെ പങ്കുവെച്ച് ഈ അന്തരീക്ഷ മണ്ഡലത്തിൽ ഈ വചനങ്ങൾ അലയടി കൊള്ളുമ്പോൾ, ഞങ്ങൾ മടങ്ങിപ്പോകുമ്പോഴും നിങ്ങൾക്ക് സാധ്യതയുണ്ട്. നിങ്ങളെ വിട്ട് വിരിഞ്ഞു പോകാത്ത യേശുവിന്റെ ഒരു സ്നേഹമുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ അതെങ്ങനെയെന്ന് ചിന്തിക്കുന്നുവെങ്കിൽ ഞാൻ പറയട്ടെ, യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന് അവൻ ജനിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു. എന്റെ പാപത്തിന് വേണ്ടിയാണ് യേശു മരിച്ചത്, എന്റെ ശാപത്തിന് വേണ്ടിയാണ് യേശു മരിച്ചത്. യേശുവിന്റെ രക്ഷിതാവാണ്, യേശുവിന്റെ കർത്താവാണെന്ന് നിങ്ങളുടെ ഹൃദയം കൊണ്ട് ഇന്ന് ആര് വിശ്വസിക്കുന്നുവോ, അത് നിങ്ങളുടെ നാവ് കൊണ്ട് ആരേറ്റു പറയാൻ തയ്യാറാകുന്നുവോ, എന്റെ അവസ്ഥ മാറിയതുപോലെ നിങ്ങളുടെ ജീവിതം മാറും. കർത്താവായ യേശുവിൽ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്നാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ മാത്രമല്ല, നമ്മുടെ കുടുംബത്തിന്റെ രക്ഷയ്ക്കും നമ്മുടെ വിശ്വാസം ആധാരമായി തീരും. വിശ്വസിക്കുക, യേശു രക്ഷകനെന്ന് വിശ്വസിക്കുക, അവൻ എനിക്ക് വേണ്ടി മരിച്ചു എന്ന് വിശ്വസിക്കുക, അവൻ ഇന്നും ജീവിക്കുന്നുവെന്ന് വിശ്വസിക്കുക, യേശു വീണ്ടും മടങ്ങി വരുമെന്ന് വിശ്വസിക്കുക. യേശുവിന് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതമാ ചെയ്യാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തെ ഒരു അത്ഭുതമാക്കി മാറ്റുവാൻ കഴിയും. ഈ വാക്കുകളാൽ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളെ ചുരുക്കുന്നു, എന്റെ സാക്ഷ്യങ്ങളെ ഞാൻ ചുരുക്കുന്നു. ഇത്രയും നേരം എന്റെ ശബ്ദത്തെ കേട്ട പ്രിയപ്പെട്ടവർക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള നന്ദിയെ അറിയിക്കുന്നു. യേശു ക്രിസ്തു വീണ്ടും വരും, ഒരിക്കൽ വന്നവനാണ്, അവൻ വീണ്ടും വരും. ആ വരവിങ്കൽ എടുക്കപ്പെടണമെങ്കിൽ, നിത്യജീവനിലേക്ക് ചേർക്കപ്പെടണമെങ്കിൽ ഇന്ന് യേശുവിന്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചേ മതിയാകും. ഇനിയൊരു അവസരം നിങ്ങൾക്ക് കിട്ടുമോ എന്നറിയില്ല. സമയം തക്കത്തിൽ ഉപയോഗിക്കാൻ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുക. ഈ കിട്ടിയ അവസരം പ്രയോജനപ്പെടുത്തി യേശുവിനെ സ്വീകരിച്ച് നമുക്ക് ഒരുമിച്ച് യേശുവിന്റെ രണ്ടാമത്തെ വരവിൽ അവനോടുകൂടെ ചേർക്കപ്പെടാം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.